പക്ഷെ കുർബാന സ്വീകരിച്ചിട്ട് അലക്ഷ്യമാക്കിയാൽ സ്വജീവിതത്തിൻ്റെ അനുഭവത്തെ ഒത്തിരി നൊമ്പരത്തോടെ അത് ബാധിക്കും. വിശ്വാസത്തോടെ ഒരുക്കത്തോടെ മാത്രം സ്വീകരിക്കേണ്ടതാണെന്ത് വിശുദ്ധ കുർബാന. ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് ഇഷ്ടമുള്ളപ്പോൾ വന്നു കയറി ഇഷ്ടമുള്ളപ്പോൾ എടുത്തിട്ട് പോയി, അച്ഛാ ഞങ്ങൾ ദൂരെ നിന്ന് വരുന്നവരാ, കുർബാന തീർന്ന് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് എനിക്ക് മാത്രം തന്നാൽ മതി എന്ന് നിരക്കുന്ന ആത്മീയ അനുഭവമല്ല കുർബാന. തീർച്ചയായും ഈ കനാൻ യാത്രയിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണമെന്ന് മോശ നമ്മോട് പറയുകയും പിതാക്കൻ നമ്മോട് ശഠ്യം പിടിക്കുകയും ചെയ്ത ഒന്നാമത്തെ ദളം എന്താണ്? കുഞ്ഞാടിൻ്റെ രക്തം. അതെന്താണ്? വിശുദ്ധ കുർബാന. രണ്ടാമത്, ഈ കനാൻ യാത്രയിൽ നിങ്ങൾ കരുതേണ്ടുന്ന രണ്ടാമത്തെ വസ്തുവാണ് പുളിപ്പ്. സ്നേഹിതരെ, ഈ കനാൻ യാത്രയിൽ പുളിപ്പിനേറെ പ്രാധാന്യമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലും സഭാജീവിതത്തിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും പുളിപ്പിനേറെ പ്രാധാന്യമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്നലെ ഒരുക്കി വെച്ച തൈര്